നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി ബ്രേക്കിംഗ് അവേഴ്സ് ആരംഭിക്കുകയാണ്. കശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതായ റിപ്പോർട്ട്. സ്ഥലം ഏതെന്ന് സുരക്ഷാ സേന സ്ഥിരീകരിച്ചിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർ ഒളിച്ചു താമസിക്കുന്ന സ്ഥലം സൈന്യം ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ 2 ദിവസമായി 4 ഇടങ്ങളിലായി കൃത്യമായി ഭീകരരുമായി ഏറെക്കുറെ നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാവുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക സേനാംഗമടക്കം പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന വിവരം അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഹാഷിം മൂസ പാകിസ്ഥാന്റെ പാരാ കമാൻഡോ ആണ് എന്നതിന്റെ തെളിവ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 2024 ഗന്ദേർബൽ തുരങ്ക ആക്രമണം 7 പേരുടെ ജീവനെടുത്തതാണ്. അതിൽ പങ്കാളിയായ ഹാഷിം മൂസയാണ് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന വിവരം കൂടി ലഭ്യമാവുകയാണ്. ഇപ്പോൾ സേനയും ഭീകരരും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. നമ്മുടെ രാജ്യം കൃത്യമായി പഹൽഗാമിൽ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ വേദനയായി മാറിയ 26 പേരുടെ ജീവൻ അതിന് മറുപടി കൊടുക്കുകയാണ് സൈന്യം എന്ന് വ്യക്തമാവുകയാണ്. നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ്. സ്ഥലം സുരക്ഷാ കാരണങ്ങളാൽ സേന ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കശ്മീരിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. കശ്മീരിൽ ഭീകരർക്ക് സഹായം ചെയ്യുന്ന ആളുകളെ പറ്റിയുള്ള വിവരങ്ങളും ഈ സമയം സൈന്യത്തിന് കൃത്യമായി ലഭ്യമായിട്ടുണ്ട്. ഏതാണ്ട് 15 ആളുകൾ അക്രമികൾക്ക് വഴികാട്ടിയായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അക്രമികൾ ഒളിഞ്ഞിരിക്കുന്ന ഇടം സുരക്ഷാ സേന ലൊക്കേറ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അവിടെ ഇപ്പോൾ നേരിട്ടുള്ള ആക്രമണം സൈന്യം നടത്തുകയാണ്. ഭീകരരെ തുരത്തിയോടിക്കുക. ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാര പ്രവിശ്യക്കുള്ളിൽ കടന്നുവന്ന് നമ്മുടെ ഏറ്റവും സാധാരണക്കാരായ നമ്മുടെ പൗരന്മാരുടെ ജീവൻ കവർന്നെടുത്തുകൊണ്ട് അത്രമേൽ വലിയ അക്രമം നടത്തിയത്, ഒരു രാജ്യത്തിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തത് എന്ന് രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ എടുത്തു പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സൈന്യം എത്തുകയാണ്. കശ്മീരിൽ ഏറ്റുമുട്ടൽ എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഏറ്റുമുട്ടൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പി ബസന്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബസന്ത്, കഴിഞ്ഞ കുറേയേറെ മണിക്കൂറുകളായി, ഏതാണ്ട് 48 മണിക്കൂറുകളായി കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇവർ എന്ന് സ്ഥിരീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഏറെക്കുറെ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നുള്ള വിവരങ്ങൾ വരികയാണ്. ഔദ്യോഗികമായി കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അത് വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലം പറഞ്ഞ് വ്യക്തമാക്കാത്ത ഒരിടത്ത് ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ ഭീകരരെ വളഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പെഹൽഗാമിലെ ഭീകരർ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല. പക്ഷേ ഏറ്റുമുട്ടൽ വളരെ ശക്തമായി തന്നെ കഴിഞ്ഞ ഏകദേശം 1 മണിക്കൂറായി നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന വിവരം വെച്ചിട്ടാണെങ്കിൽ ഈ പെഹൽഗാമിലെ ഭീകരരുമായി കൊക്കർനാഗിൽ തന്നെ ഏറ്റുമുട്ടൽ നടന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഏറ്റുമുട്ടൽ നടക്കുകയാണ് സുരക്ഷാ സേനയും അതോടൊപ്പം തന്നെ ഭീകരരും തമ്മിൽ. ഈ 1 മണിക്കൂറായി ഏകദേശം ഈ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ബാരാമുള്ളയിലും അതുപോലെ തന്നെ ബസന്ത്ഗഡിലും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ബാരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥലം ഏതാണ് എന്ന് കൃത്യമായി സേന പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇതിന്റെ ചിത്രം വ്യക്തമാകുകയും ചെയ്യും. മാധു. ബസന്ത്, ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബലാബലം നടക്കുന്നുണ്ട്. അതിൽ തന്നെ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഭീകരരുമായി തന്നെ നേരത്തെ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കൃത്യമായി ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? ഇത് സംഘങ്ങളായി പിരിയുകയാണോ പിന്നീട് ചെയ്തത്, അതോ ഇപ്പോഴും ഈ ആക്രമണം നടത്തിയ ആളുകളൊക്കെ ഒരുമിച്ച് തന്നെ ഉണ്ട് എന്നാണോ സൈന്യം വിചാരിക്കുന്നത്? ഇക്കാര്യത്തിൽ സേന തന്നെ പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണെങ്കിൽ 4ഇടത്ത് ഇവർ ഈ ഭീകരരുമായി നേരിട്ട് വന്നു എന്നുള്ളതാണ്. സുരക്ഷാ സേനയും അല്ലെങ്കിൽ ഈ ജോയിന്റ് ഓപ്പറേഷൻ ടീമും പഹൽഗാമിലെ ഭീകരരുമായി നേരിട്ട് വന്നിരുന്നു എന്നുള്ള വിവരം തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതായത് 4ഇടങ്ങളിൽ അവർ നേരിട്ട് വന്നിരുന്നു. പക്ഷേ അതിൽ ഒരിടത്ത് മാത്രമാണ് ഏറ്റുമുട്ടലുണ്ടായത്. ബാക്കി 3ഇടത്ത് നിന്നും അവർ വനത്തിന്റെ മറവിൽ കടന്നു കളഞ്ഞു എന്നുള്ള വിവരം സേന പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഭീകരരുടെ പിന്നിൽ സേന ഉണ്ട് എന്നുള്ള വ്യക്തമാണ്. അത് എവിടെ വെച്ച് എങ്ങനെ ഇത് ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകാത്തത്. പക്ഷേ കഴിഞ്ഞ 1 മണിക്കൂറായി ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാത്തിരിക്കേണ്ടതുണ്ട്.
കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ. സേന ഇവരുടെ പിറകിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ അവർ അറിയിച്ചിരുന്നു. 4 ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിരുന്നു. ഒരിടത്ത് ഏറ്റുമുട്ടലുണ്ടായി. ബാക്കിയുള്ള പിന്നീട് ഇവരോടൊപ്പം തന്നെ സേന ഇവരെ ട്രാക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് വളരെ കൃത്യമായിട്ടുള്ള വിവരം സേന പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം സേന ഒപ്പമുണ്ട്, സേന ഇവർക്കൊപ്പം തന്നെ ഉണ്ട്. ഇവരുടെ അല്പസമയത്തിനകം ഇതിനകത്ത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.